പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സെക്കുലറിസം എന്നുള്ള നമ്മുടെ തേർഡ് മൊഡ്യൂളിലെ രണ്ടാമത്തെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ഭാഗമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഓഫ് സെക്കുലറിസം. ഇന്ത്യൻ മതേതരത്വത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭരണഘടനയിൽ മതേതരത്വത്തെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് എന്നുള്ളതാണ് ഇനി ചെക്ക് ചെയ്യുന്നത്. ഇന്ത്യൻ മതേതരത്വവും ഇന്ത്യയുടെ ഭരണഘടനയും അവ തമ്മിലുള്ള ബന്ധം എന്താണ്, പ്ലസ് ഭരണഘടനയിലെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്തെല്ലാമാണ്, മതേതരത്വവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട പ്രൊവിഷൻസും ഡിസ്കസ് ചെയ്യുന്നു. ദെൻ ഒന്നാമതായിട്ട് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ ഭരണഘടന മതപരമായ കാര്യങ്ങളിൽ രാഷ്ട്രം നിഷ്പക്ഷമായിരിക്കണം എന്നുള്ളത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഒരു നിഷ്പക്ഷത മതത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എല്ലാ മതത്തിൻ്റെയും വ്യവസ്ഥകളെ അല്ലെങ്കിൽ എല്ലാ മതവിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം 1976 42-ാം ഭേദഗതി, അതായത് ഇന്ദിരാഗാന്ധി ഭരണം നടത്തുന്ന അവസരത്തിലാണ് 42-ാം ഭേദഗതി അവതരിപ്പിക്കപ്പെട്ടത്. അതിൽ ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം എന്നുള്ള വാക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ഈ 42-ാമത്തെ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ 42-ാം ഭേദഗതിയിൽ ഒഫീഷ്യലി നമ്മുടെ ഭരണഘടനയിൽ സെക്യുലർ എന്നുള്ള പദം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഭരണഘടന എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ്ഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സെക്യുലർ എന്നുള്ള ഒരാശയം കാണാൻ പറ്റും നമുക്ക്. കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സെക്യുലർ സോഷ്യലിസ്റ്റ് എന്നുള്ള രണ്ട് ടേംസ് നമ്മൾ 42-ാമത്തെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പം ഇന്ത്യ ഈസ് എ സോവറിൻ സെക്യുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ള രീതിയിലാണ് ഭരണഘടനയിലുള്ളത്. അപ്പോൾ അത് ഒഫീഷ്യലായിട്ട് 1976 42-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ ഭരണഘടനയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ആമുഖം തന്നെയാണ്. ദെൻ രണ്ടാമതായിട്ട് നമ്മൾ പിന്നെ പറയുന്നത്, ആമുഖത്തിന് പുറമെ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള കാര്യങ്ങൾ ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ബേസായിട്ട് കാണുന്ന പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസാണ്. അപ്പോൾ അതിൽ പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ ഒന്നാമത്തെ മൗലികാവകാശം നമുക്കറിയാം ഇക്വാളിറ്റി, റൈറ്റ് ടു ഇക്വാളിറ്റി. രണ്ടാമത്തെ മൗലികാവകാശം റൈറ്റ് ടു ഫ്രീഡം. മൂന്നാമത്തേത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. നാലാമത്തെ മൗലികാവകാശമാണ് റൈറ്റ് ടു ദി ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അതിൽ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് 25, 26, 27, 28 ആർട്ടിക്കിളുകൾ മതേതരത്വവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ക്ലാസ്, കാസ്റ്റ്, റിലീജിയസ് സ്ട്രക്ചർ എന്നുള്ള ഭാഗത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതെന്നാലും ഒന്നുകൂടി ഞാൻ പറയുകയാണ്. ആർട്ടിക്കിൾ 25 പറയുന്നത് ഓരോ വ്യക്തിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മതവിശ്വാസമായി മുന്നോട്ട് പോകുന്നതിനും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം നൽകുന്നുണ്ട്. അതാണ് ആർട്ടിക്കിൾ 25 പറയുന്നത്. ഓക്കെ, ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ. ഒരാൾക്ക് ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാം, അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ മുന്നോട്ട് പോകാം. പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ, മതത്തെ മറ്റുള്ളവരിലേക്ക് പ്രബോധനം ചെയ്യാനുള്ള അവകാശം നൽകുന്നുണ്ട്. ആർട്ടിക്കിൾ 26 പറയുന്നത് ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്, മതവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, വ്യത്യസ്ത കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം നൽകുന്നുണ്ട്. അതായത് മതസ്ഥാപനങ്ങൾ തുടങ്ങാൻ, മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനൊക്കെയുള്ള അവകാശം ആർട്ടിക്കിൾ 26 നൽകുന്നുണ്ട്. ആർട്ടിക്കിൾ 27 ഫ്രീഡം ആസ് ടു പേയ്മെൻറ്റ് ഓഫ് ടാക്സസ് ഫോർ പ്രൊമോഷൻ ഓഫ് എനി പെർട്ടിക്കുലർ റിലീജിയൻ. നമ്മളെ മതത്തിൻ്റെ പ്രചരണത്തിനായി പ്രത്യേക നികുതി, അല്ലെങ്കിൽ രാജ്യത്ത് മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നികുതി ഇല്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 27. അതിൽ ഫ്രീഡം ടു പേയ്മെൻറ്റ്, നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, മതസ്ഥാപനങ്ങൾക്ക് നികുതി ഇല്ല എന്നുള്ളതാണ്. ദെൻ ആർട്ടിക്കിൾ 28 പറയുന്നത് ഫ്രീഡം ആസ് ടു അറ്റൻഡൻസ് ആൻഡ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഓർ റിലീജിയസ് വർഷിപ്പ് ഇൻ സർട്ടൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മുടെ രാജ്യത്തുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഒരിക്കലും മതവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 28 പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ 4 ആർട്ടിക്കിളുകൾ ആർക്കും ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാം,
അതവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ട മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാം, മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കാം, മതവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത സ്ഥാപനങ്ങൾ ആരംഭിക്കാം, അവയൊക്കെ ടാക്സിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. ദെൻ അതോടൊപ്പം ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ മതവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ളതും പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസാണ് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് സെക്യുലറിസവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി പറയുന്ന മറ്റു പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ, അതായത് ഒന്നാമത്തെ ആർട്ടിക്കിൾ 14 തന്നെയാണ്. ആർട്ടിക്കിൾ 14 പറയുന്നത് നിയമത്തിന് മുന്നിൽ തുല്യ സമത്വം. ഇന്ത്യയിൽ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ വ്യത്യാസമില്ലാതെ എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന ഒരു ആശയം കൂടിയുണ്ട്. അതാണ് നമ്മൾ ഓൾ ആർ ഈക്വൽ അണ്ടർ ദി ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, നിയമം എല്ലാവർക്കും തുല്യ സംരക്ഷണം കൊടുക്കുകയും വേണമെന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. അതും മതേതരത്വവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അതോടൊപ്പം ആർട്ടിക്കിൾ 15 പറയുന്നത്, ആർട്ടിക്കിൾ 15 പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റൈസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ലിംഗത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് യാതൊരു വിവേചനവും പാടില്ലെന്നും എല്ലാവരും തുല്യരായി പരിഗണിക്കണമെന്നും പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. അതോടൊപ്പം ആർട്ടിക്കിൾ 16 പറയുന്നത് ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ ദി മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. ഗവൺമെൻറ് ജോലിയുമായി ബന്ധപ്പെട്ട്, ഗവൺമെൻറ് അല്ലെങ്കിൽ പബ്ലിക് എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും തുല്യമായ അവസരം പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളതാണ് മറ്റൊരു ആർട്ടിക്കിൾ പറയുന്നത്. ഓക്കെ, ദെൻ ഇനി എല്ലാ മതങ്ങളോടും തുല്യമായ ബഹുമാനം നൽകുന്നതാണ് ഇന്ത്യയിലെ ആശയം. ഇന്ത്യൻ ഭരണഘടന എല്ലാ മതങ്ങൾക്കും തുല്യമായ പ്രാതിനിധ്യം നൽകുന്നു. ദെൻ സാമൂഹിക ക്ഷേമവും പരിഷ്കരണവും പ്രോത്സാഹിപ്പിക്കുന്നതിന് മതപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ രാഷ്ട്രത്തെ ഇത് അനുവദിക്കുന്നു. പലപ്പോഴും പല മതത്തിൻ്റെതായ കാര്യങ്ങളിലും രാഷ്ട്രം ഇടപെടാറുണ്ട്. അതും നമ്മുടെ യൂറോപ്യൻ മതേതരത്വത്തിൽ നിന്നുള്ള ഒരു വ്യത്യാസമുള്ള ഒരാശയമാണ്. ഇനി അതോടൊപ്പം മൂന്നാമത് പറയുന്നത് മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഭരണഘടനയിൽ പ്രത്യേക വ്യവസ്ഥിതികളുണ്ട്. അതുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 29 ആർട്ടിക്കിൾ 30 പറയുന്നത് ഈ ഒരു ആശയമാണ്. ദെൻ വൈവിധ്യപൂർണ്ണമായി എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ഇന്ത്യയിലെ വ്യവസ്ഥിതി ആയിരിക്കണം നമ്മുടെ രാജ്യത്തെ വ്യവസ്ഥിതി എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ എല്ലാ മതവിശ്വാസികൾക്കിടയിലും പരസ്പര സഹകരണവും പരസ്പരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലുകളും എല്ലാം ഉണ്ടായിരിക്കണമെന്നും സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും ആർട്ടിക്കിൾ 51A നമ്മുടെ ഇന്ത്യയുടെ മൗലിക കർത്തവ്യങ്ങളിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്ത്യൻ മതേതരത്വവുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. ഇനി നമുക്ക് ചാലഞ്ചസ് ടു സെക്യുലറിസം. ഇന്ത്യയിൽ സെക്യുലറിസം, അതായത് മതേതരത്വം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ വെല്ലുവിളി നമ്മൾ പറയുന്നത്, പലപ്പോഴും നമ്മുടെ രാജ്യത്ത് മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി കമ്മ്യൂണലിസമാണ്. കമ്മ്യൂണിസം അല്ല, കമ്മ്യൂണലിസം, വർഗീയത. ഓക്കെ, പലപ്പോഴും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് പലരും മതത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതായത് മതത്തെ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും അതിൽ നിന്ന് ലാഭം കൊയ്യുകയും ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആയിട്ട് എപ്പോഴും മതത്തെ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മതങ്ങൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കുക, മതവിശ്വാസികൾ തമ്മിലടിപ്പിക്കുക, ആ രീതിയിലൊരു പ്രശ്നം, അതിനെ നമ്മൾ കമ്മ്യൂണലിസം എന്നാണ് പറയുക. അപ്പോൾ കമ്മ്യൂണലിസം എന്നുള്ളത് ഇന്ത്യക്ക് എന്ന് മുതലാണോ ഇന്ത്യയിൽ നമ്മുടെ ലോകത്ത് തന്നെ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചലഞ്ചാണ് ഈ കമ്മ്യൂണലിസം അഥവാ വർഗീയത എന്നുള്ളത്. നമുക്കറിയാം, വ്യത്യസ്ത രാജ്യങ്ങളിൽ കാണുന്നുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ സംസ്ഥാനത്തുണ്ട്, നമ്മുടെ ജില്ലയിലുണ്ട്, എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ പലപ്പോഴും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പലപ്പോഴും മതവിശ്വാസികളെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കുന്ന പല ആശയങ്ങളും അല്ലെങ്കിൽ പല രീതിയിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളൊക്കെ ഉയർന്നു വരാറുണ്ട്. പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇന്ത്യയിൽ കമ്മ്യൂണലിസം എന്നുള്ളത്. രണ്ടാമത്തേത് പൊളിറ്റിക്കൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിലീജിയൻ. പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആയിട്ട് മതവിശ്വാസികളെ കിട്ടുന്നതിന് വേണ്ടി പല രീതിയിലുള്ള റിലീജിയസ് ആശയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതിയ വികാരങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ഇളക്കി വിടുന്നുണ്ട്. അതായത് വർഗീയ ധ്രുവീകരണം നടത്തുന്നുണ്ട്. അങ്ങനെ വർഗീയ ധ്രുവീകരണം നടത്തുന്നതിനെ നമ്മൾ പൊളിറ്റിക്കൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നു, പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. മൂന്നാമത് പറയുന്നത് റൈസ് ഓഫ് മെജോറിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ പലപ്പോഴും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന ഒരു രീതി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി പീപ്പിൾ അവർ അധികാരം നേടുന്ന, അവർ അധികാരത്തിൽ വരികയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അതാണ് റൈസ് ഓഫ് മെജോറിറ്റേറിയനിസം എന്ന് പറയുന്നത്. ഭൂരിപക്ഷ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഭൂരിപക്ഷ മതവിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾക്ക് എപ്പോഴും ഗവൺമെൻറ് മുൻഗണന നൽകുന്നതും ന്യൂനപക്ഷ ഗ്രൂപ്പുകളെ പാർശ്വവൽക്കരിക്കുന്നതും തുല്യത ഇല്ലാതെ ചില വിഭാഗങ്ങളെ ദുർബലപ്പെടുത്തുന്നതൊക്കെ പലപ്പോഴും ഇന്ത്യയിലെ മതേതരത്വത്തിന് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് പറയുന്നത് റിലീജിയസ്
ഇൻടോളറൻസ് ആൻഡ് റാഡിക്കലൈസേഷൻ, പലപ്പോഴും അസഹിഷ്ണുത, അതായത് എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ടായാൽ തന്നെ അത് വലിയ രീതിയിലേക്ക് വ്യാപിപ്പിക്കുക, മതങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണം ഇല്ലാതാക്കുക, അതൊക്കെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അതാണ് മതപരമായ അസഹിഷ്ണുത ഉണ്ടാവുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ റാഡിക്കലൈസേഷൻ, തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക, അതും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. ദെൻ ജുഡീഷ്യൽ ചാലഞ്ചസ്, പലപ്പോഴും ജുഡീഷ്യറി, കോടതികൾ ഇതിൽ ഇടപെടുന്ന രീതിയുമായി ബന്ധപ്പെട്ടും ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. മതസ്വാതന്ത്ര്യത്തെയും ഭരണകൂടത്തിൻ്റെ മതേതര സ്വഭാവത്തെയും സന്തുലിതമാക്കുന്നതിന് ജുഡീഷ്യറി പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടതാണ്. എന്നാൽ പലപ്പോഴും ജുഡീഷ്യറി ഇടപെടുന്ന രീതികൾ പലപ്പോഴും വിവാദങ്ങൾക്ക് കാരണമാകാറുണ്ട്. അതും മതേതരത്വം നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. മറ്റൊന്നാണ് ഇൻ്റർസെക്ഷൻ റിലീജിയൻ ആൻഡ് പേഴ്സണൽ ലോസ്, അതായത് മതവും വ്യക്തി നിയമങ്ങളും തമ്മിലുള്ള ബന്ധം. പലപ്പോഴും ഈ ഒരു നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് രണ്ട് രീതികളിലുള്ള നിയമങ്ങളുണ്ട്, സിവിൽ നിയമങ്ങളുണ്ട്, ക്രിമിനൽ നിയമങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതികളിലുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൽ മതനിയമങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളും തമ്മിൽ പലപ്പോഴും ഒരു ചേർച്ച ഇല്ലാതെ വരുന്ന സമയങ്ങളുണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള പ്രശ്നങ്ങൾ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് നമ്മുടെ രാജ്യത്ത് വരാറുണ്ട്. പിന്നെ പറയുന്നത് ഹെയ്റ്റ് സ്പീച്ച് ആൻഡ് മിസ്ഇൻഫർമേഷൻസ്. ഹെയ്റ്റ് സ്പീച്ച് പലപ്പോഴും ജനങ്ങൾക്കിടയിൽ വിദ്വേഷം, വെറുപ്പൊക്കെ ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. അത് നമ്മൾ ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറയും. ഈ ഹെയ്റ്റ് സ്പീച്ച് നമ്മുടെ രാഷ്ട്രീയ വേദികളിലാവട്ടെ മതവേദികളിലാവട്ടെ പലപ്പോഴും മറ്റു മതവിശ്വാസികളൊക്കെ യാതൊരുവിധ ബഹുമാനവും നൽകാതെ അവരെ തെറ്റായ രീതിയിൽ മറ്റുള്ളവരിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയും ഹെയ്റ്റ് സ്പീച്ച്, വിദ്വേഷം, ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിന് എതിരാക്കി മാറ്റുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും നമ്മുടെ രാജ്യത്ത് വളരെ വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. അത് പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ്. മറ്റൊന്ന് ചാലഞ്ചസ് ഇൻ എഡ്യൂക്കേഷൻ. അപ്പോൾ അത് പലപ്പോഴും വിമർശനാത്മക ചിന്തയും സഹിഷ്ണുതയും പ്രോത്സാഹിപ്പിക്കുന്ന യഥാർത്ഥ മതേതര വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് പ്രധാനപ്പെട്ട വെല്ലുവിളി നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ശരിയായ വിദ്യാഭ്യാസം കിട്ടാതെ യഥാർത്ഥത്തിൽ മതവിശ്വാസത്തിൻ്റേതായ രീതിയിലുള്ള വിദ്യാഭ്യാസത്തെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പറയുന്നുണ്ട്. ദെൻ സ്റ്റേറ്റ് ന്യൂട്രാലിറ്റി, പലപ്പോഴും ഭരണകൂടം നിഷ്പക്ഷമാവാതെ ഏതെങ്കിലും ഒരു മതത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുകയും മറ്റു മതങ്ങളെ ഇകഴ്ത്തുകയും ചെയ്യുന്ന രീതി നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. അതും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അങ്ങനെ പല രീതിയിലും പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് മതേതരത്വവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള ഭരണഘടനയിൽ പറയുന്ന പ്രധാനപ്പെട്ട മതേതരത്വവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും അതോടൊപ്പം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മതേതരത്വം നേരിടുന്ന ചില വെല്ലുവിളികളുമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.